നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ക്ലാസ്സിനകത്ത് ചാണക്യ ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹൈ പൊട്ടൻഷ്യലുള്ള ആളുകളെ. പല ആളുകളും എൻ്റെ അടുത്ത് പറയുന്ന ഒരു പ്രശ്നമാണ് സ്റ്റാഫിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, നല്ല കഴിവുള്ള ആളുകളെ കൂടെ നിർത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കഴിവുള്ള ആളുകളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു പരാതി ഒരുവിധം എല്ലാ ബിസിനസ്സുകാരും നേരിടുന്നുണ്ട്. നിങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. നിങ്ങളിൽ തന്നെ പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറേ സ്റ്റാഫ് മാനേജ്മെൻറ്റ് ഭയങ്കര പ്രശ്നം കേട്ടോ, സ്റ്റാഫിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മഹാ അലമ്പാണ്, ഒട്ടും ശരിയാകുന്നില്ല, ഇവന്മാരെ എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് ശരിയാക്കി എടുക്കാൻ പറ്റുന്നില്ല. സോ സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോസിലും കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഇന്ന് നമ്മളിപ്പോൾ പറയുന്നത് ഒന്നാമത്താണ് കരിയർ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റി. അതായത് നമ്മളടുത്ത് നല്ലൊരു സ്റ്റാഫ് ഉണ്ട്, നല്ല കിഡിലൻ സ്റ്റാഫാണ്, നല്ല ക്യാപ്പബിലിറ്റി ഉണ്ട്, നല്ല കഴിവുണ്ട്, എല്ലാം ഉണ്ട്, നമ്മളെ വർക്ക് കൾച്ചർ ഭയങ്കര രസമാണ്, ടീമായിട്ട് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട് എന്ന് കരുതി നല്ല രസകരമായിട്ട് അവന് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൊത്തത്തിൽ ഒരു നല്ല ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ്, ഒരു പ്രഷറോ ഒന്നുമില്ല. എന്നാൽ പോലും അവന്മാർ നമ്മളെ കൂടെ നിന്നുകൊള്ളണം എന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. കാരണം ഒരു സ്റ്റാഫ് നമ്മളടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആദ്യം നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു വിഷൻ എന്ന് പറയുന്നത് അവൻ്റെ ലൈഫിനെ നമ്മളെ കൂടെ നിന്ന് എത്രത്തോളം വളർത്തിയെടുക്കാൻ അവന് അവസരം ഉണ്ടെന്നുള്ളതാണ്. കരിയർ പാത്ത് അല്ലെങ്കിൽ കരിയർ ലാഡർ അവന് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കണം. അതിന് പറയുന്ന പേരാണ് കരിയർ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ഒരു സ്ഥാപനത്തിലേക്ക് ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആഗ്രഹിക്കുന്നത്, മിക്കവാറും ആഗ്രഹിക്കുന്ന, നല്ല കഴിവുള്ള ഒരാൾ റെപ്യൂട്ടഡായ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാൻ വരുന്ന സമയത്ത് ആഗ്രഹിക്കുന്നത് എൻ്റെ ലൈഫിലെ പ്രധാനപ്പെട്ട ഭാഗം ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് വരുന്നത്. ഇവിടെ കിട്ടുന്ന ബെനിഫിറ്റുകൾ, ഇവിടെ കിട്ടുന്ന ലൈഫിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിലേക്ക് എത്രത്തോളം ഗ്രോ ചെയ്യാൻ പറ്റും എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് വരുന്നത്. സോ അപ്പോൾ നമ്മളുടെ അടുത്ത് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ ലൈഫ് നമ്മളടുത്ത് സേഫ് ആണ് എന്ന് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ കഴിയുകയും അയാളുടെ ഓരോ ഘട്ടത്തിലും പെർഫോമൻസ് കൂടുന്നതിനനുസരിച്ച്, അയാളുടെ കോമ്പറ്റൻസി കൂടുന്നതിനനുസരിച്ച്, അയാളുടെ കോൺട്രിബ്യൂഷൻ കൂടുന്നതിനനുസരിച്ച്, അയാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിനനുസരിച്ച് അയാൾക്ക് കരിയർ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ എന്ത് ചെയ്യും? അയാളുടെ പ്രൊഡക്ടിവിറ്റികൾ കൂട്ടും, അയാളുടെ റിസൾട്ട് മേക്കിംഗ് എബിലിറ്റികൾ കൂട്ടും, കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് പുതിയ പുതിയ മേഖലകളിലേക്ക് അയാൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കും. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു അസിസ്റ്റൻറ്റ് ബിസിനസ് കൺസൾട്ടൻ്റ് ആയിട്ടാണ്. UAE എൻ്റെ കരിയർ ഞാൻ UAE സ്റ്റാർട്ട് ചെയ്യുന്നത് അസിസ്റ്റൻറ്റ് ബിസിനസ് കൺസൾട്ടൻ്റ് ആയിട്ടാണ്. അബുദാബിയിൽ ഞാൻ ഒരു ന്യൂസിലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കമ്പനിയുടെ ഫ്രാഞ്ചൈസിയാണ് ഞങ്ങൾ നടത്തി. അതൊരു പാകിസ്ഥാനി ഓണർഷിപ്പിലുള്ളൊരു കമ്പനി ആയിരുന്നു. ബട്ട് അതൊരു ഓസ്ട്രേലിയ അതുപോലെ തന്നെ ന്യൂസിലാൻഡ് ബേസ് ചെയ്തുകൊണ്ടുള്ള അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി സർട്ടിഫിക്കേഷനും കാര്യങ്ങളാണ് ആ ഒരു കൺസൾട്ടൻസി നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ അവിടെ ജോയിൻ ചെയ്ത സമയത്ത് ട്രെയിനിങ് ആണ്, എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്, ലാംഗ്വേജ് നന്നായിട്ട് അറിയില്ല, ഇവിടെ കേരളത്തിൽ ജീവിച്ച് വളർന്നു, ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് വളർന്നുകൊണ്ട് ഇംഗ്ലീഷ് നന്നായിട്ട് ചാലഞ്ചസ് ഉണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. പക്ഷെ ഞാൻ ജോയിൻ ചെയ്ത ഉടനെ തന്നെ എനിക്ക് അവരൊരു കരിയർ ലാഡർ കാണിച്ചു തന്നു. ഇതാ ഈ രീതിയിൽ തൻ്റെ ക്യാപ്പബിലിറ്റീസ് ഇതൊക്കെയാണ്. എന്നെ അസസ് ചെയ്തതിന് ശേഷം പറഞ്ഞു, നിൻ്റെ ക്യാപ്പബിലിറ്റീസ് ഇതൊക്കെയാണ്, നിൻ്റെ കഴിവ് ഇതൊക്കെയാണ്. സോ ഈ കഴിവ് വെച്ചുകൊണ്ട് തനിക്ക് ജൂനിയർ ആവാനേ പറ്റൂ. അപ്പോൾ സീനിയർ ആവണമെങ്കിൽ ഇപ്പം നിൻ്റെ ശമ്പളം ഇത്രയാണ്. ഞാൻ തുടക്കത്തിൽ ജോയിൻ ചെയ്ത് എനിക്ക് തോന്നുന്നു 4000 ദിർഹംസിനാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ ജോയിൻ ചെയ്യുന്നത് 2011. സോ ഒരു ജൂനിയർ കൺസൾട്ടൻറ്റിൻ്റെ പാക്കേജ് ഇതാണ്. ജൂനിയർ ആയിട്ടുള്ള ഒരാൾക്ക് ഇത്ര പാക്കേജാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ തനിക്ക് സീനിയർ ആവാൻ പറ്റും. സോ ഇത്ര കാര്യങ്ങളൊക്കെ താൻ ചെയ്യണം എന്ന് വെച്ചാൽ വളരെ കൃത്യമായുള്ള KPIs നമുക്ക് കാണിച്ചു തന്നു. ഓരോ വർഷത്തിലും നമ്മൾ ചെയ്യേണ്ടത്, ഓരോ സർട്ടിഫിക്കേഷന്, ഓരോന്ന് കഴിഞ്ഞിട്ട് ഓരോന്ന്, അങ്ങനെ ഓരോ വർഷത്തിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട സർട്ടിഫിക്കേഷൻസ്, ക്യാപ്പബിലിറ്റീസ്, ക്ലയൻറ്റ് മാനേജ്മെൻറ്റ് സ്കില്ല്, അതുപോലെ തന്നെ ഈ ലെവലിൽ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, താൻ ഈ ലെവലിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ക്യാപ്പബിൾ ആയി കഴിഞ്ഞാൽ, അതിനുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതിനകത്ത് നോളജ് ഉണ്ടായിക്കഴിഞ്ഞാൽ തനിക്ക് പ്രൊമോഷൻ കിട്ടും, കൺസൾട്ടൻ്റ് ആയിട്ട് പ്രൊമോഷൻ കിട്ടും. അപ്പോൾ തൻ്റെ ശമ്പളം ഇത്രയായിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും താൻ ഈ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി താൻ അക്സെപ്റ്റ് ചെയ്യുകയും അതിനനുസരിച്ച് വർക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തൻ്റെ കരിയർ വീണ്ടും ഡെവലപ്പ് ആവും. തനിക്കിതാ ശമ്പളം ഇത്രയായിരിക്കും, തനിക്ക് പൊസിഷൻ ഇതായിരിക്കും എന്ന് പറഞ്ഞ് 2-4 വർഷം കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആവാനുള്ള, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷണൽ ഹെഡ് ആവാനുള്ള കൃത്യമായിട്ടുള്ള കരിയർ ലാഡർ എനിക്ക് കാണിച്ചു തന്നായിരുന്നു. ആ കാണിച്ചു തന്നു. ഞാൻ അങ്ങനെ പറയുന്നില്ല, പക്ഷേ എൻ്റെ കൂടെ വർക്ക് ചെയ്തവർക്ക് അറിയാം. 2011 ഞാൻ അവിടെ ജോയിൻ ചെയ്തു. 2014 ഡിസംബറിൽ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഏറ്റവും സീനിയർ പൊസിഷൻ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്യുന്നത്.
അതെന്തുകൊണ്ട് 4 വർഷം കൊണ്ട് സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ വർഷവും അച്ചീവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഏതൊക്കെ സർട്ടിഫിക്കേഷനാണ് എടുക്കേണ്ടത്, ഏതൊക്കെ ക്യാപ്പബിലിറ്റീസ് ആണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ നമ്മൾ അഡീഷണൽ ആയിട്ട് നേടണം തുടങ്ങിയതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കരിയർ ലാഡർ കാണിച്ചു തന്നിരുന്നു. അതിനപ്പുറത്തേക്കൊരു വളർച്ചയിലേക്ക് ഒരു അവസരമില്ല, അതിനേക്കാളും അപ്പുറത്തേക്ക് പോകണമെങ്കിൽ അവിടുന്ന് പുറത്ത് പോകണം എന്നും അവർ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്യുന്നു. ദാറ്റ് മീൻസ് നമ്മുടെ അടുത്തൊരാൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ, അയാൾ വളർച്ച ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, അയാളുടെ ക്യാപ്പബിലിറ്റി ഏറ്റവും ഫുൾ പൊട്ടൻഷ്യലിൽ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന കാലത്ത് ഉപയോഗിക്കണമെങ്കിൽ അയാൾക്ക് കാണിച്ചു കൊടുക്കേണ്ടതാണ് കരിയർ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഇതെങ്ങനെ നമുക്ക് കാണിച്ചു കൊടുക്കാം? അതായത് ക്ലിയർ ആയിട്ടുള്ള കരിയർ പാത്ത് നമ്മൾ സെറ്റ് ചെയ്യണം. ഓരോ സ്റ്റാഫും അല്ലെങ്കിൽ ഓരോ പൊസിഷനിലേക്കും വന്നു കഴിഞ്ഞാൽ അയാൾക്ക് നെക്സ്റ്റ് ലെവലിൽ അയാൾ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടാവുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ്, ആ അവസരങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ട്രെയിനിങ്ങുകളാണ് അയാൾ അറ്റൻഡ് ചെയ്യേണ്ടത്, ട്രെയിനിങ്സ് പുറത്തുനിന്ന് അയാൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ഇന്റേണലി നിങ്ങൾ എന്തൊക്കെ ട്രെയിനിങ് ആണ് അയാൾക്ക് കൊടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ കുറച്ച് ട്രെയിനിങ് അയാൾക്ക് കൊടുക്കണം. നിങ്ങൾ കൊടുക്കേണ്ട ട്രെയിനിങ്ങൾ, ഇൻ ഹൗസ് ട്രെയിനിങ് ഏതൊക്കെയാണ്, അതായത് മൊത്തത്തിലൊരു ട്രെയിനിങ് അയാൾക്ക് നിങ്ങൾ കൊടുക്കുകയും വേണം. പുറത്തുനിന്ന് അയാൾ ക്യാപ്പബിൾ ആയിട്ട് എടുക്കണമെങ്കിൽ, ചില സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകൾ പൂർത്തിയാക്കണമെങ്കിൽ അത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള മെന്ററിങ് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കണം. അതായത് ലീഡേഴ്സ്, നിങ്ങൾ ഓണർ അല്ലെങ്കിൽ ഓൺട്രപ്രണർ തന്നെ അയാൾക്ക് മെന്റർ ആവണമെന്നില്ല, മറിച്ച് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു എംപ്ലോയി ഉണ്ടെങ്കിൽ അയാൾക്കൊരു മെന്റർ ഉണ്ടായിരിക്കണം. അതായത് സീനിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പൊസിഷനിലുള്ള ആൾ അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസ് മനസ്സിലാക്കാനും അയാളുടെ കരിയറിലെ ഡെവലപ്മെൻറ്റിന് സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ തന്നെ അയാൾ എവിടെയാണ് ലാക്ക് ചെയ്യുന്നത് മനസ്സിലാക്കി. ഇനിയിപ്പോൾ നിങ്ങളൊരു ചെറിയ സ്ഥാപനം, ഒരു 10-20 പേരേ ഉള്ളൂ, അല്ലെങ്കിൽ 10-15 പേരെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് തന്നെ അവരെ മെന്ററാകാം. അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം, അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും, അവർക്ക് എവിടെയെങ്കിലും ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് സപ്പോർട്ട് ചോദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. ഇനി നിങ്ങൾ അയാളെ ഒബ്സർവ് ചെയ്തിട്ട് അയാൾക്ക് വേണ്ട 1-to-1 പീരിയോഡിക് ആയിട്ട് ഓരോരുത്തരുമായിട്ട് നിങ്ങൾ ഇരുന്നിട്ട് അയാളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാം. പല സ്റ്റാഫും ശരിക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. 2 കാര്യങ്ങൾ കൊണ്ടാണ് അവർക്ക് സംഭവിക്കാത്തത്. ഒന്നാമത്തെ കാര്യം ക്ലാരിറ്റി ഇല്ലായ്മയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് എനിക്ക് ലാക്ക് ഉള്ളത്, ഞാൻ ചെയ്യുന്നതിൽ എന്താണ് പിഴവെന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് പ്രോപ്പർ മെന്ററിങ് ഉണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കാൻ പറ്റും. ആ ക്ലാരിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ. രണ്ടാമത്തവർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്. സോ ആത്മാർത്ഥത വേറെ കേസാണ്. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇത് രണ്ടും സംഭവിക്കുകയുള്ളൂ. സോ കഴിവില്ലാത്ത ഒരാൾക്ക് കഴിവ് കൂട്ടേണ്ടത് എങ്ങനെയെന്നുള്ള കരിയർ പാത്തും ട്രെയിനിങ്ങിലേക്ക് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ക്ലാരിറ്റി കൊടുത്ത് അവരെ കൂടെ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ കഴിയണം നിങ്ങൾക്ക്. അതോടൊപ്പം തന്നെ എംപ്ലോയീസ് എൻഹാൻസ്മെൻറ്റും, അതായത് എംപ്ലോയീസിൻ്റെ സ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. അതായത് സ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ, അതായത് സ്കിൽ എൻഹാൻസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ടാസ്ക് വരുന്നു, പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്നു, അവർക്ക് എന്ത് ചെയ്യണം, ആ ഡെലിഗേറ്റ് ചെയ്യണം. പുതിയ ആളുകൾ പുതിയ അവസരങ്ങൾ കൊടുത്ത് അവർക്കത് ഡെലിഗേറ്റ് ചെയ്യാൻ കൊടുക്കുക. അവരെ മോണിറ്റർ ചെയ്യണം. തുടക്കത്തിൽ അവർക്ക് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം അവരെ കൂടെ നിന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അവർക്ക് ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, സ്കിൽ ആൻഡ് നോളജ് കൊടുക്കുക. സോ ഈ 4-5 ഏരിയയിൽ സ്വാഭാവികമായിട്ടും പേയ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ പേയ്മെൻറ്റ് മാത്രമല്ല, കരിയർ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും അവസരങ്ങളും പരിഗണനയും കിട്ടുന്നുള്ളൂ. കാരണം ഒരു മനുഷ്യന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കൺസിഡറേഷനും അതുപോലെ തന്നെ റെസ്പെക്റ്റുമാണ്. സോ നിങ്ങളുടെ എംപ്ലോയിനെ നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആണെന്നും അവർക്ക് വളരാനുള്ള അവസരങ്ങളുണ്ടെന്നും അവരുടെ വളർച്ചയെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നും കാണിക്കുന്നത് വഴി അതിനുള്ളൊരു സിസ്റ്റം നിങ്ങളിൽ ബിൽഡ് ചെയ്യണം. നിങ്ങൾ HR സിസ്റ്റത്തിൽ അതിനകത്ത് ഒരു പ്രോസസ്സ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ സോ ഡെഫിനറ്റ്ലി യു ക്യാൻ ബിൽഡ് യുവർ ടീം. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബിസിനസ് ആക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു പറ്റം ബിസിനസ്സുകാരുടെ കൂടെ നിങ്ങൾക്കും വളരെ പ്രൊഫഷണലായിട്ട് ബിസിനസ്സിൻ്റെ ഓരോ ആംഗിളുകളും, HR ആണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും സിസ്റ്റം ആണെങ്കിലും അതുപോലെ തന്നെ സ്ട്രാറ്റജി ആണെങ്കിലും തുടങ്ങി ഓരോ ഏരിയയും നമ്മൾ ആഴത്തിൽ പഠിച്ചിട്ട് വളരെ മികച്ച രീതിയിലേക്ക് നിങ്ങൾക്ക് ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതിന് ഞങ്ങൾ സഹായിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കോച്ചിങ് പ്രോഗ്രാം. നിങ്ങൾക്ക് ഏത് വർഷത്തിൽ ഏത് സമയം ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും 1 വർഷം കൃത്യമായിട്ട് ആക്സസ് കിട്ടും. അതിന് ഇന്ന ടൈമൊന്നുമില്ല. സോ ഈ ജനുവരിയിൽ അതിൻ്റെ ഒരു ബാച്ച് നമ്മൾ അതിൻ്റെ തുടക്കം സ്റ്റാർട്ട് ചെയ്യണം. 3ാമത്തെ ബാച്ച്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ബിസിനസ് നന്നായിട്ട് പഠിച്ച് ഒരു പ്രാക്ടിക്കൽ MBA പോലെ ബിസിനസ്സിന് ആഴത്തിൽ പഠിച്ച് നിങ്ങളുടെ ബിസിനസ്സിനെ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ സോ ഐ റെക്കമെൻഡ് ഞങ്ങളുടെ ഒരു പ്രീമിയം ബിസിനസ് കോച്ചിങ് ആയിട്ടുള്ള ചാണക്യ ബിസിനസ് ക്ലബ്ബിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ നിങ്ങൾ ബിസിനസ്സിൻ്റെ A to Z 1 വർഷം കൊണ്ട് ആഴത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും.
ഒരിക്കൽ കൂടി നിങ്ങളെ ചാണക്യയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ദിസ് ഇസ് മീ ഖസാഖ് ബെഞ്ചാലി, ദ ബിസിനസ് കോച്ച്.